വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഹെസ ബേബിയുടെ രണ്ടാമത്തെ വാക്സിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഫുജേറയിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഫുജേറ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ പാരൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് കേട്ടോ. ഞങ്ങൾ ന്യൂ പാരൻസാണ്, അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. 1 month ബിഫോർ തന്നെ നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് 1 month ബിഫോർ തന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓൺലൈനിൽ കയറിയിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് സമയത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് വരില്ല. ഞങ്ങൾക്ക് കിട്ടിയത് ഫുജേറയിലാണ്. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് അതിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് കുറച്ച് ദൂരം നമുക്ക് ഒരു ട്രിപ്പും ആവും, അതേപോലെ വാക്സിനും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പുറപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ്. പിന്നെ ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു. ഇത് ഹെസമോളുടെ സെക്കൻഡ് വാക്സിനേഷനാണ് ആഫ്റ്റർ ബർത്ത്. ഫസ്റ്റ് വാക്സിനേഷൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആസ്റ്ററിലായിരുന്നു ഞാൻ ഡെലിവറി ചെയ്തത് ഹെസ ബേബിനെ. അപ്പോൾ അവിടെ നിന്ന് തന്നെയായിരുന്നു ഫസ്റ്റ് വാക്സിനേഷൻ. ഇത് സെക്കൻഡ് വാക്സിനേഷൻ ഡോസാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഫുജേറയിലാണ്. ആദ്യം എനിക്ക് അവിടെ എൻ്റർ ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. പക്ഷേ അവളെ കുത്താൻ പോവാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു വിഷമം. എന്തായാലും വാക്സിനേഷൻ ഇവിടെ നിന്ന് തന്നെ ഇനി തേർഡ് അപ്പോയിൻമെൻറ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അവരോട് തന്നെ പറഞ്ഞാൽ മതി. അവരപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേറ്റ്, നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്, നെക്സ്റ്റ് അവൈലബിലിറ്റി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. വാക്സിനേഷന് മുന്നേ തന്നെ ഡോക്ടർ നമുക്ക് ഒരു കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഫ്രീ ഓഫ് ചാർജ് തന്നെയാണ് കേട്ടോ. ഡോക്ടറെ ബേബിനെ ഒന്ന് ചെക്ക് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതൊക്കെ അവർ ക്ലാരിഫൈ ചെയ്ത് തരും. പിന്നെ 6 months ശേഷം എന്തൊക്കെ ഫുഡ് കൊടുത്തു തുടങ്ങും, അങ്ങനെ മുതലായവ നിങ്ങൾ ആസ് എ ന്യൂ പാരൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ടുള്ളത് അതൊക്കെ അവരോട് നിങ്ങൾക്ക് ചോദിച്ചറിയാം. അവരതെല്ലാം ക്ലിയർ ചെയ്ത് തരും. പിന്നെ ബേബീൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം അവർ എക്സാമിൻ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് തരും. ആ ഒരു കൺസൾട്ടേഷന് ശേഷമാണ് പിന്നെ വാക്സിനേഷൻ റൂമിലേക്ക് ബേബിനെ കൊണ്ടുപോകുന്നത്. അതെ, കുഴപ്പമില്ല കേട്ടോ, സ്ട്രോങ് ആണ്. വെറുതെ പറയുന്നതാണ്. വെറുതെ ആളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തോന്നും മോളെ എന്തോ സ്നേഹിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് ആ ഒരു റൂമിലേക്ക് കുഞ്ഞാനെയും കൊണ്ട് എൻ്റർ ചെയ്തപ്പോൾ തന്നെ എൻ്റെ നെഞ്ച് പടപടാന്നിരിക്കുന്നുണ്ടായിരുന്നു. എന്തെന്നില്ലാത്തൊരു അങ്കലാപ്പായിരുന്നു എനിക്ക്. എന്തായാലും ആദ്യം അവർ തന്നത് ബേബിക്ക് കൊടുക്കാനൊരു മരുന്നാണ്. അത് കിട്ടിയപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതോടുകൂടി പരിപാടി അവസാനിച്ചെന്ന്. കുത്തിവെപ്പൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു. വെറുതെ പ്രതീക്ഷിക്കാമല്ലോ. പക്ഷേ കുത്തിവെപ്പ് എന്തായാലും ഉണ്ട്. ഈ മരുന്ന് നല്ല കയ്പുള്ള മരുന്നാണെന്നാണ് പറയുന്നത്. എന്തായാലും അവൾ നന്നായിട്ട് ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. ഞാനതെങ്ങനെ കാണും. എൻ്റെ കുഞ്ഞാവ കരയണ കണ്ടപ്പോൾ എൻ്റെ കൽപ്പൊക്കെ കത്തിപ്പോയി ഗൈസ്. എനിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അന്നേരം വിചാരിച്ചു ആരാണാവോ ഈ വാക്സിനൊക്കെ കണ്ടുപിടിച്ചത്, എന്തിനാണാവോ ഈ വാക്സിനൊക്കെ കണ്ടുപിടിച്ചത്, ഇതൊക്കെ എന്തിനാണാവോ കുഞ്ഞിനെ കരയിപ്പിക്കാൻ വേണ്ടി എടുക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷേ നമ്മൾ ഈ വാക്സിനേഷനൊന്നും അത്ര ലാഘവത്തോടു കൂടി തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല. കാരണം എന്താ വെച്ചാൽ
നമ്മുടെ ബേബിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ വാക്സിനേഷൻ. ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് നിങ്ങൾക്ക് ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും എൻ്റെ മനസ്സിനെ കട്ടിയാക്കി വെച്ചിട്ട് ഞാൻ ഹെസ ബേബി വാക്സിൻ എടുക്കുന്നത് നോക്കി നിന്നു ഗൈസ്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ 4 മാസത്തിലെ വാക്സിൻ കഴിഞ്ഞു. ഹെസ് ബേബി കഴിഞ്ഞപ്പോൾ ഞാൻ കൂടെ കഴിഞ്ഞു ഗൈസ്. പക്ഷെ ഓൾ എന്നെ പറ്റിക്കായിരുന്നു പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഇഞ്ചക്ഷൻ ചെയ്തോ? ഇത് ഈ ഹോസ്പിറ്റലിലെ ബേബി കെയർ റൂമാണ്, ഡൈപ്പർ റൂമാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. ഈ ഒരു റൂം ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് ചെറുതായിട്ട് പനി വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. 1-2 ദിവസത്തേക്കായിരിക്കും ആ പനി വരുന്നത്. അപ്പോൾ അതിനുള്ള മരുന്ന് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഹെസ് ബേബിക്ക് 2 ദിവസം കൊണ്ട് തന്നെ പനി മാറിയിട്ടോ. അപ്പോൾ സ്റ്റെപ്പ് നോക്കി ഇറങ്ങിക്കുന്നു. അതുകൊണ്ട് വണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ ഷാർജയിൽ നിന്ന് ഫുജിയറിലോട്ട് വന്നിരിക്കുകയാണ്. കുത്തിവെപ്പിന് പക്ഷെ നല്ല ഹോസ്പിറ്റൽ കേട്ടോ, നല്ല ഫെസിലിറ്റി, നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഭയങ്കര വൃത്തിയുള്ള ഹോസ്പിറ്റല്, ഭയങ്കര സർവീസ്. അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ വെറുതെ എന്താ പറയുക, ഓഫുള്ള ദിവസം നിങ്ങളെ കുഞ്ഞാവയ്ക്ക് ആക്ച്വലി ഞങ്ങൾ 1 വീക്ക് മുന്നേ ബുക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഷാർജയിലും ദുബായിലും ഒന്നും അവൈലബിൾ ഇല്ല. അപ്പൊ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അവൈലബിൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഫുൾ വൈബാണ്. ബൈ മിസ്റ്റേക്ക് നമ്മൾ ചൂസ് ചെയ്താണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങള് ഉമ്മക്ക് ചെടി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാക്സിനേഷൻ മാത്രമല്ലായിരുന്നു നമ്മുടെ ലക്ഷ്യം. ചെടികളുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും. ഇത് ആക്ച്വലി ഫുജിയറയിലാണ് വരുന്നത് കേട്ടോ. മസാഫി റോഡിന് ഒരുപാട് ചെടികളുള്ള കടകളുണ്ട്. $1 ദിറംസ് കൊടുത്തപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കിട്ടിട്ടോ. എനിക്കറിയില്ല, എനിക്കെന്തായാലും ഇതിനോടൊന്നും വലിയ ക്രേസൊന്നുമില്ല. ഉമ്മ അതെന്തായാലും വലിയ കാര്യത്തിൽ നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് നാട്ടിലൊക്കെ അത് വെച്ച് പിടിപ്പിച്ച് മരമായി, കായായി, പൂവായി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഉമ്മക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ട്, ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വളർത്താനും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഇങ്ങനെ വളർത്താനും. അപ്പോൾ ഉമ്മ ഇങ്ങനെ
₹1 കിട്ടിയതല്ലേ, 1 ദിറംസിന് കിട്ടിയതല്ലേ വിചാരിച്ചിട്ട് ഉമ്മ അത് വാങ്ങി വലിയ കാര്യത്തിൽ നാട്ടിലെത്തിച്ച് അവിടെ കൊണ്ടുപോയി നട്ട്. ഇതൊക്കെ പൊടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നാട്ടിൽ പോകുമ്പോൾ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഉമ്മൻ്റെ സ്പെഷ്യൽ ഗാർഡനൊക്കെ ഉമ്മ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാക്സിനേഷനും ചെടികളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫുഡടിയിലെത്തി നിൽക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഫുഡായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന്. വീഡിയോൻ്റെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫുജേറയിൽ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് റീൽസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് നിന്ന്. അതൊക്കെയാണ് ഈ ഒരു വാക്സിനേഷൻ്റെ വിശേഷങ്ങൾ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ